ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ഒപ്റ്റിമിസ്റ്റ്. ഈ ചാനലിൽ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ലേറ്റസ്റ്റ് ടെക്നോളജിയെ കുറിച്ചിട്ടും സ്റ്റാർട്ടപ്പുകളെ കുറിച്ചിട്ടും അവരുടെ പ്രോഡക്ട്സിനെ കുറിച്ചിട്ടുമാണ്. പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് നമുക്കിനി ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ പല പുതിയ കണ്ടുപിടുത്തങ്ങളുടെയും സഹായത്തോടുകൂടി മാത്രമേ സാധിക്കുള്ളൂ. നമുക്കറിയാം, ലോകത്ത് 2050 ഭൂമിയിൽ തന്നെ ജീവിച്ചു പോകാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. അതിൽ ഏറ്റവും പ്രധാനിയാണ് ഇലോൺ മസ്ക്. നിങ്ങൾക്കറിയാം, ലോകത്ത് ഇത്രയും ഇന്നോവേറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു ഓൺട്രപ്രണറെ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റുകളെയോ അദ്ദേഹത്തിൻ്റെ കമ്പനിയെ പറ്റി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി മനസ്സിലാവും. സ്പേസ് എക്സ്പ്ലോറേഷൻ ടെക്നോളജീസ് എന്ന സ്പേസ് എക്സ് അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടുപിടുത്തമാണ്, അദ്ദേഹത്തിൻ്റെ ഒരു കമ്പനിയാണ്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിഷൻ ഈ വരുന്ന മെയ് 27 നടക്കാൻ പോവുകയാണ്. നാം എല്ലാവരും വിഷമിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, 2003 കൊളംബിയ ദുരന്തം. 2003 കൊളംബിയ ദുരന്തത്തിൽ നമ്മുടെ കൽപ്പന ചൗള അടക്കം 7 ആസ്ട്രോനോട്ട്സാണ് മരിച്ചത്, ഭസ്മമായി പോയി. ആ ഒരു ദുരന്തത്തിലേക്ക് നയിച്ച കാരണങ്ങളെല്ലാം കണ്ടെത്തിയെങ്കിലും അതിനുശേഷം അമേരിക്കൻ മണ്ണിൽ നിന്ന് ഒരു ആസ്ട്രോനോട്ടിനെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. ആ ഒരു അവസരത്തിലാണ് അമേരിക്കയിലെ ഒരു കൂട്ടം പ്രൈവറ്റ് കമ്പനികൾക്ക്, സ്റ്റാർട്ടപ്പുകൾക്ക്, അതായത് സ്പേസ് എക്സ്, ബ്ലൂ ഒറിജിൻ പോലെയുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് ടെക്നോളജി ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള കോൺട്രാക്റ്റ് നാസ കൊടുക്കുന്നു. അതിൽ തന്നെ സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ എന്ന സ്പേസ് ലോഞ്ച് വെഹിക്കിൾ സിസ്റ്റത്തിന്റെ ഒരു മെയ്ഡൻ ഫ്ലൈറ്റ് ആണ് മെയ് 27 നടക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും ഒരു പുതിയൊരു ഏരിയയിൽ, നമുക്കറിയാം സ്പേസ് എക്സ് എന്ന കമ്പനി ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസ് എക്സ്പ്ലോറേഷൻ കമ്പനിയാണ്, സ്പേസ് ടെക്നോളജി കമ്പനിയാണ്. അവരുടെ മിഷൻ തന്നെ 2030 ചൊവ്വയിലേക്കുള്ളൊരു ദൗത്യം. ഒരു പക്ഷേ അവിടെ ഒരു കോളനി സ്ഥാപിക്കുവാൻ സാധിക്കുന്ന തരത്തിൽ ടെക്നോളജിയെ ഡെവലപ്പ് ചെയ്യുക എന്നതാണ് അവരുടെ മിഷൻ. അതിനുവേണ്ടി അവർ പലതരത്തിലുള്ള, നാം ഇതുവരെ കേട്ട് പരിചയം പോലും ഇല്ലാത്ത പല ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്തു. ഈ സ്പേസ് എക്സ് എന്ന കമ്പനിയാണ് ലോകത്ത് ആദ്യമായി ലോഞ്ച് ചെയ്ത് ഓർബിറ്റിൽ സാറ്റലൈറ്റിനെ ഡിപ്ലോയ് ചെയ്ത ഒരു റോക്കറ്റിനെ തിരിച്ച് വെർട്ടിക്കൽ ലാൻഡിങ് ചെയ്തു. നമ്മുടെ ISROയിലെ സയന്റിസ്റ്റുകൾ പോലും തിങ്ക് ചെയ്യാത്ത രീതിയിൽ അത്തരത്തിൽ ആ ഒരു ടെക്നോളജിയെ ഡെവലപ്പ് ചെയ്യാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കാലഘട്ടത്തിലും വിചാരിച്ചിട്ടില്ല. അത്തരത്തിലൊരു ടെക്നോളജി ഡെവലപ്പ് ആകുന്നു. അതാണ് ഇലോൺ മസ്ക് എന്ന സംരംഭകന്റെ വ്യത്യസ്തമായ കാഴ്ചപ്പാട്. അദ്ദേഹം എൻവിഷൻ ചെയ്യുന്ന പല കാര്യങ്ങളും ഇത്തരത്തിൽ നമ്മളെ ദശകങ്ങൾ മുന്നോട്ട് കുതിപ്പ് നടത്തുന്ന തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളാണ്. അദ്ദേഹത്തിന്റെ ടെസ്ല കാറുകളാവട്ടെ, ഈ സ്പേസ് എക്സ് ഫാൽക്കൺ 9 റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ സിസ്റ്റം ആവട്ടെ, ബോറിംഗ് കമ്പനിയിലെ ഓട്ടോമേറ്റഡ് ബോറിംഗ് മെഷീൻ ആവട്ടെ, എല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മനുഷ്യന് അല്ലെങ്കിൽ മനുഷ്യരാശിക്ക് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. നാം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന ഡ്രാഗൺ 2 എന്ന സിസ്റ്റത്തെ കുറിച്ചിട്ടാണ്. അത് പ്രധാനമായിട്ട് അവർ ഡെവലപ്പ് ചെയ്ത ഒരു കാർഗോ ഷിപ്പായിട്ടാണ്.
ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് വേണ്ട പല എക്യുപ്മെന്റ്സും അല്ലെങ്കിൽ കൺസ്യൂമബിൾസും അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസും റെഗുലർലി അവിടെ എത്തിക്കേണ്ട ആവശ്യമുണ്ട്. അതിന് ഇപ്പോൾ 2011 ഈ പറയുന്ന സ്പേസ് ഷട്ടിൽ ഈ മിഷനിൽ നിന്ന് മാറിയതിനു ശേഷം കൂടുതലും റഷ്യയും ജപ്പാനും ഒക്കെ ആയിരുന്നു ഈ മിഷൻ കൂടുതലായിട്ട് ചെയ്തിരുന്നത്. ഈ ഡ്രാഗൺ 2 എന്ന സ്പേസ് ക്രാഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും കീ ആയിട്ടുള്ള 1-2 ടെക്നോളജീസ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലോഞ്ച് അബോർട്ട് സിസ്റ്റം. ഇൻ കേസ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ലോഞ്ചിങ്ങിനിടയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അപകടം സംഭവിച്ചാൽ ഈ പറയുന്ന ആസ്ട്രോനോട്ട്സിന്റെ ജീവിതം ബുദ്ധിമുട്ടിലാവും. നമ്മൾ കൊളംബിയ ദുരന്തത്തിൽ റീ എൻട്രിയിലാണ് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ചലഞ്ചർ പോലെയുള്ള ഇൻസിഡൻസ് നമുക്കുണ്ട്. അപ്പോൾ ഈ ലോഞ്ച് അബോർട്ട് സിസ്റ്റം ഈ പറയുന്ന ഡ്രാഗൺ 2 എന്ന സ്പേസ് ക്രാഫ്റ്റിൽ അവർ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് ഒരു സൂപ്പർ ഡ്രാക്കോ എന്ന സ്പെഷ്യൽ എൻജിൻ വെച്ചിട്ടാണ്. അതൊരു 3D പ്രിന്റഡ് എൻജിനാണ്. ഇവിടെയാണ് സ്പേസ് എക്സ് വ്യത്യസ്തമാകുന്നത്. കാരണം അവർ വളരെ പെട്ടെന്ന് തന്നെ ലേറ്റസ്റ്റ് ടെക്നോളജിയിലേക്ക് അവർ അഡാപ്റ്റ് ചെയ്യുന്നു. ഒരു സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ടെക്നോളജി അഡാപ്റ്റേഷൻ വളരെ സ്പീഡായിട്ട് നടക്കുന്നു. അത് പലതരത്തിൽ ടെസ്റ്റ് ചെയ്ത് പ്രൂവൻ ചെയ്തു. ഇനിയിപ്പോൾ അതിൻ്റെ റിയൽ ടെസ്റ്റ് നടക്കാൻ പോവുകയാണ് ഡെമോ 2 എന്ന ഈ മിഷനിലൂടെ. അതുകൂടാതെ ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്രൂ ഡ്രാഗണിനെ ISS അതായത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനുമായിട്ട് ഡോക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. കാരണം ഈ ലോ ഓർബിറ്റിൽ ഭൂമിയെ വലം വയ്ക്കുന്ന ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഏകദേശം 27,800 km/h സ്പീഡിലാണ് പോകുന്നത്. ഇങ്ങനെ ചലിക്കുന്ന ഒരു വസ്തുവിനോട് മറ്റൊരു വസ്തു ചെന്ന് ഡോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പല മാനദണ്ഡങ്ങളുണ്ട്. ഒന്നാമത് തന്നെ ആ ഒരു സ്പീഡ് അറ്റൈൻ ചെയ്തിട്ട് വേണം അതിനടുത്ത് ചെന്ന് ഡോക്ക് ചെയ്യാൻ. അതുകൂടാതെ ഈ ഒരു സിസ്റ്റം അവരുടെ ഒരു ഗൈഡൻസ് സിസ്റ്റം ഈ പറയുന്ന സൂപ്പർ ഡ്രാക്കോ വെച്ചിട്ട് നമുക്ക് ഈ ഡ്രാഗൺ 2 എന്ന സ്പേസ് ക്രാഫ്റ്റിനെ വളരെ സേഫായിട്ട് അതിൻ്റെ ഡോക്കിംഗ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി തന്നെ സ്പേസ് എക്സ് ഒരു സിമുലേറ്റർ നമുക്ക് ഓൺലൈനായിട്ട് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. നമുക്കത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ഇതാണ് സ്പേസ് എക്സിൻ്റെ ഡ്രാഗൺ 2 അല്ലെങ്കിൽ ക്രൂ ഡ്രാഗൺ സിമുലേറ്റർ. ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പ്രധാനമായിട്ട് നമ്മൾ ഗ്രീൻ കളറിലുള്ള പാരാമീറ്റേഴ്സ് എല്ലാം 0.2 എന്നൊരു വാല്യൂവിലേക്ക് എത്തിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ഡ്രാഗൺ 2 ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനായിട്ട് ഡോക്ക് ചെയ്തെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ തന്നെ നമുക്കിപ്പോൾ കാണാവുന്നതാണ്, നമ്മൾ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനാണ് കാണുന്നത്. നമുക്ക് 2 സൈഡിലും 2 കൺട്രോൾ സിസ്റ്റംസ് ഉണ്ട്. അതിന് മെയിൻ പാരാമീറ്റേഴ്സ് ആയിട്ട് വരുന്നത് പിച്ച്, യോ ആൻഡ് റോൾ. ഈ 3 പാരാമീറ്റേഴ്സാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്. അത് കൂടാതെ ഡിസ്റ്റൻസും. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്പേസ് സ്റ്റേഷൻ ഓൾമോസ്റ്റ് 27,000 km സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പിച്ച സ്പീഡിലേക്ക് എത്തിയതിന് ശേഷം, അതായത് റിലേറ്റീവ് സ്പീഡ് ഓൾമോസ്റ്റ് നില്ലായിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു ഡോക്കിംഗ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഓർബിറ്റ് സെയിം ആസ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എത്തിയതിന് ശേഷം ഈ പറയുന്ന 3 പാരാമീറ്റേഴ്സ് കൺട്രോൾ ചെയ്ത് നമ്മൾ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനായിട്ട് ഡോക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സിമുലേറ്ററിൽ നമുക്ക് പ്രധാനമായിട്ട് ഈ നാസയുടെ ആസ്ട്രോനോട്ട്സ് യൂസ് ചെയ്യുന്ന സെയിം മാനുവൽ ഡോക്കിംഗ് ഇൻ്റർഫേസാണ് ഈ കാണുന്നത് എന്നാണ് സ്പേസ് എക്സിൻ്റെ വെബ്സൈറ്റ് പറയുന്നത്.
അപ്പോൾ ഈ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ iss-sim.spacex.com. ഈ ഒരു അഡ്രസ്സിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന സിമുലേഷൻ കാണാൻ സാധിക്കും. ഇത് ഒരു ഗെയിം പോലെയാണ്. നമുക്ക് നോർമലി ഒരു അരമണിക്കൂറോളം എടുക്കും നമുക്കത് കൺട്രോൾ ചെയ്ത് ഈ പറയുന്ന ഡോക്കിംഗ് പ്രോസസ്സ് ചെയ്യാനായിട്ട്. വളരെ എളുപ്പമല്ല അത്. ഈ ഒരു സിമുലേഷൻ എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. കുറച്ച് ക്ഷമയും കാര്യങ്ങളൊക്കെ വേണം. എനിക്ക് ഒട്ടും ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് കുറച്ചൊക്കെ ഇത്തിരി സ്പീഡായിട്ടാണ് ചെയ്യുന്നത്. ഇത് ഡോക്കിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് വളരെ സേഫായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നോർമലി ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ 2 തരത്തിലുള്ള ഡോക്കിംഗാണ് ഉള്ളത്. ഒരെണ്ണം ഒരു റോബോട്ടിക് ഹാൻഡ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ പറയുന്ന സ്പേസ് ക്രാഫ്റ്റിനെ ക്യാപ്ചർ ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡോക്കിംഗ് പോർട്ടിലേക്ക്, അതായത് ഈ പറയുന്ന സോയൂസും അല്ലെങ്കിൽ ഈ സ്പേസ് എക്സിൻ്റെ ഡ്രാഗൺ 1 ഒരു കാർഗോ ഷിപ്പായിരുന്നു. അത് ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന ഡോക്കിംഗ് സ്റ്റേഷനിൽ വന്നിട്ട് ഡോക്ക് ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഫങ്ഷണാലിറ്റി. അതിൽ കൂടുതലും നമ്മൾ കൊണ്ടുപോകുന്നത് ഈ പറയുന്ന കാർഗോ ഐറ്റംസ് ആയിരുന്നു ഡ്രാഗൺ 1-ൽ. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ പ്രധാനമായിട്ട് നമ്മൾ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് വന്ന് ഡോക്ക് ചെയ്യുക എന്നുള്ളതാണ് മിഷൻ. അതിന് ഈ പറയുന്ന പോലെ വളരെ ക്ഷമയും നല്ല പ്രിസൈസ് ആയിട്ടുള്ള കൺട്രോളും വേണം. എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ പാരാമീറ്റേഴ്സ് കൃത്യമായിട്ട് നമുക്ക് അതുകൊണ്ട് ഡോക്ക് ചെയ്യാൻ ആ ഒരു പോയിന്റിൽ ഡോക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നെ വെലോസിറ്റിയും ഈ പറയുന്ന പോലെ 0.2 താഴെ ഇരിക്കണം എന്നാണ് പറയുന്നത്. ഈ പാരാമീറ്റേഴ്സ് എല്ലാം കറക്റ്റായിരിക്കണം. എന്നാൽ മാത്രമേ ഈ മിഷൻ സക്സസ് ആവുള്ളൂ. നമ്മൾ ഏകദേശം ഡോക്കിംഗ് റേഞ്ചിലേക്ക് എത്തുകയാണ്. ആ കാണുന്ന സോളാർ പാനൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ. അതിനെ അടുത്ത് നമ്മളെത്തുന്നു, ഡോക്ക് ചെയ്യുന്നു. സാധനങ്ങളോ ആളുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് കടക്കാം. ഈ ക്രൂ ഡ്രാഗണിനെ സംബന്ധിച്ചിടത്തോളം 2 തരത്തിലുള്ള എൻജിൻസാണ് അതിനുള്ളത്, ഡ്രാക്കോ ആൻഡ് സൂപ്പർ ഡ്രാക്കോ. ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് ആണ് ഈ പറയുന്ന പാരാമീറ്റേഴ്സ് കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഫോർവേഡ് പോകാനായിട്ട് ഡ്രാക്കോയും സൂപ്പർ ഡ്രാക്കോ ഉപയോഗിച്ചിട്ട് പിച്ച് ആൻഡ് റോൾ കൺട്രോൾ ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെയിം ഇൻ്റർഫേസ്, അതായത് നാസയുടെ സയൻറ്റിസ്റ്റുകൾ ഉപയോഗിക്കുന്ന അതേ സെയിം ഇൻ്റർഫേസാണ് നമ്മളും ഈ ഒരു സിമുലേഷനിൽ കാണുന്നത്. ഈ മെയ് 27 നടക്കുന്ന പോസിബിളി ആ ഒരു ദിവസം കഴിഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ, എങ്കിലും ആ ഒരു ഈ ഒരു മിഷനിൽ ഡെമോ 2 എന്ന ഈ മിഷനിൽ 2 ആസ്ട്രോനോട്ട്സാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. ക്രൂ ഡ്രാഗണിൽ 4 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യമാണുള്ളത്. 2 പേരാണ് ഇത്തവണ ഫസ്റ്റ് മിഷനിൽ പോകുന്നത്. പിന്നെ ക്രൂ ഡ്രാഗൺ വൺസ് അവിടെ എത്തി അവിടുത്തെ മിഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് അവിടെ നിന്നുള്ള വേസ്റ്റ് ഐറ്റംസോ അല്ലെങ്കിൽ എന്തെങ്കിലും യൂസ്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഭൂമിയിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രൂ ഡ്രാഗണിൽ ഫില്ല് ചെയ്ത് അത് തിരിച്ച് ഭൂമിയിലേക്ക്, അതായത് സമുദ്രത്തിൽ വന്ന് വീഴുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്പ്ലാഷ് ഡൗൺ എന്ന് പറയും. അതിൽ മെയിനായിട്ട് വരുന്ന ഒരു പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാരച്യൂട്ട് ഡിപ്ലോയ്മെൻ്റ് ആണ്. അതിനും സ്പേസ് എക്സ് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈനിലുള്ളൊരു പാരച്യൂട്ട് ഡിസൈൻ ആണ് ഉപയോഗിക്കുന്നത്. എന്തായാലും നിങ്ങളെല്ലാവരും ഈ ഡെമോ 2 എന്ന മിഷൻ, സ്പേസ് എക്സിൻ്റെ അല്ലെങ്കിൽ നാസയുടെ മിഷൻ നിങ്ങളെല്ലാവരും ലൈവായിട്ടോ അല്ലെങ്കിൽ യൂട്യൂബ് സ്ട്രീമിങ്ങോ കാണുക. ഈ ഒരു സിമുലേഷനും നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്പേസ് എക്സിൻ്റെ വെബ്സൈറ്റിൽ പോയി
ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഏകദേശം ഒരു അരമണിക്കൂർ എടുക്കും നമുക്കൊന്ന് ഇതായിട്ട് വരാൻ. പക്ഷേ വളരെയധികം സ്കില്ല് വേണ്ട ഒരു കാര്യമാണ്, അതിൽ യാതൊരു സംശയമില്ല. നല്ല ക്ഷമയും വേണ്ടതാണ്. ഇപ്പോൾ സ്പേസ് എക്സിൻ്റെ ഇത്തരത്തിലുള്ള ഒരു സിമുലേഷൻ നമ്മൾ കണ്ടു. അതുകൂടാതെ അവരുടെ വെബ്സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ SpaceX.com എന്നുള്ള വെബ്സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പാസ്റ്റ് മിഷൻസിനെ കുറിച്ച്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ സൂപ്പർ ഹെവി എന്ന അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആൻഡ് ഹെവിയസ്റ്റ് റോക്കറ്റിൻ്റെ ടെസ്റ്റിംഗ് സമയത്ത് അവർ പേലോഡായിട്ട് യൂസ് ചെയ്തത് എലോൺ മസ്കിൻ്റെ ഒരു ടെസ്ല റോഡ്സ്റ്റർ ആയിരുന്നു. അതിപ്പോഴും ഭൂമിയെ വലം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്ന ഒരു കമ്പനിയാണ് സ്പേസ് എക്സ്. ഇത്തരത്തിലുള്ള കമ്പനികൾ ഇന്ത്യയിലും വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ISRO പോലെയുള്ള ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ടെക്നോളജി, PSLV GSLV പോലെയുള്ള അഫോർഡബിൾ ആൻഡ് റിലയബിൾ ലോഞ്ച് വെഹിക്കിൾ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അവർ ക്രിയേറ്റ് ചെയ്യുന്ന സ്പേസ് ഡെബ്രിസ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. അതായത് ബഹിരാകാശ മാലിന്യങ്ങൾ ആണ് നാളെ നമ്മുടെ പല മിഷനെയും ബുദ്ധിമുട്ടിലാക്കാൻ പോകുന്നത്. പക്ഷേ സ്പേസ് എക്സിൻ്റെ ഇത്തരത്തിലുള്ള റീയൂസബിൾ റോക്കറ്റ് സിസ്റ്റം മറ്റും വളരെയധികം ഈ പറയുന്ന ലോഞ്ചിങ്ങിൻ്റെ കോസ്റ്റ് ബ്രിങ് ഡൗൺ ചെയ്യാനും, അതുകൂടാതെ അപ്ഫ്രണ്ട് ടൈമിൽ, അതായത് നമുക്ക് ഒരു റോക്കറ്റ് ഉണ്ടാക്കിയെടുത്ത് അത് ലോഞ്ച് ചെയ്ത് അടുത്ത മിഷനിലേക്ക് കടക്കുവാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം, ആ സമയം വളരെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ പുതിയ ടെക്നോളജീസ് നമ്മുടെ രാജ്യത്തും ഇത്തരത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ പല പ്രൈവറ്റ് പ്ലെയേഴ്സും ഈ ഒരു സ്പേസ് എക്സ്പ്ലോറേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അഡ്വാൻസ്ഡ് എൻജിനീയറിംഗ് സൈഡിലേക്കും കൂടി വരണം. സ്പേസ് എക്സ് എന്നുള്ളത് ഒരു ടെക്നോളജി സ്റ്റാർട്ടപ്പ് ആയിരുന്നു. 2002 എലോൺ മസ്കിന് തോന്നിയ ഒരു ബിസിനസ് ഐഡിയ ആയിരുന്നു സ്പേസ് എക്സ്. ഇന്നത് അദ്ദേഹം സ്റ്റാർലിങ്ക്, മാസ് മിഷൻ, ഡ്രാഗൺ 2 പോലുള്ള ISS മിഷൻസ് വളരെ പ്രോഫിറ്റബിൾ ആയിട്ട് 6000-ന് മേലെ എംപ്ലോയീസിന് ജോലി കൊടുക്കുന്നു. സ്പേസ് ക്രാഫ്റ്റ് ലോഞ്ചിങ്ങിൻ്റെ കോസ്റ്റ് 10-1 കുറയ്ക്കാനായിട്ട് സ്പേസ് എക്സ് എന്ന കമ്പനിക്ക് സാധിച്ചു. അവരത് പിന്നെയും കുറച്ച് $1100 per kg എന്നൊരു ലെവലിലേക്ക് എത്തിക്കുവാനാണ് അവർ ശ്രമിക്കുന്നത്. അവർ ഇനി മുതൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് സ്പേസ് ടൂറിസത്തിലേക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സ്പേസ് എക്സ് എന്ന കമ്പനിയെ കുറിച്ച് പഠിക്കുക.